ഹായ്, വെൽക്കം ബാക്ക് ടു അജയ് ബേബീസ് ക്രിയേറ്റീവ് വേൾഡ്. ഞാൻ അജയ് ബേബി. ഇന്ന് രാവിലെ എഴുന്നേറ്റപ്പോൾ കോരിച്ചൊരിയുന്ന മഴയും കാറ്റുമാണ്. മഴ നോക്കി നിൽക്കുമ്പോൾ നമ്മുടെയൊക്കെ മനസ്സിൽ ഒരു കുളിര് ഫീൽ ചെയ്യും അല്ലേ? മഴ ഭൂമിയെ തണുപ്പിക്കുന്നത് പോലെ തന്നെ നമ്മുടെയൊക്കെ മനസ്സിനും തണുപ്പേകും. മഴയുടെ ഫോട്ടോകൾ എടുക്കുന്നത് എനിക്ക് ഒത്തിരി ഇഷ്ടമാണ്. ഇന്നത്തെ മഴ അധിക സമയം കാണില്ല എന്ന് തോന്നുന്നു. മഴ പെയ്തൊഴിയുമ്പോൾ ധാരാളം പക്ഷികൾ എൻ്റെ വീടിൻ്റെ പരിസരത്ത് വരാറുണ്ട്. പക്ഷികളുടെ ഫോട്ടോകൾ ക്യാമറയിൽ പകർത്താൻ വേണ്ടി ഞാൻ കുറേ ഫ്രൂട്ട്സ് പറിക്കാതെ വെക്കാറുണ്ട്. ഓ, ഞാൻ വിചാരിച്ചതുപോലെ ഞങ്ങളുടെ വിരുന്നുകാർ വരാൻ തുടങ്ങിയിട്ടുണ്ട്. നിങ്ങൾ പക്ഷികൾ പറക്കുന്നത് ഒബ്സർവ് ചെയ്തിട്ടുണ്ടോ? ശാസ്ത്രീയമായി പറഞ്ഞാൽ അവയുടെ ബോണിൽ എയർ കാവിറ്റീസ് ഉള്ളതിനാലാണ് അവയ്ക്ക് ഭാരമില്ലാതെ പറക്കാൻ സാധിക്കുന്നത്. നമ്മളാവട്ടെ ഈ ലോകത്തിലെ ആവശ്യമുള്ളതും ഇല്ലാത്തതുമായ എല്ലാ കാര്യങ്ങളും മനസ്സിലേക്കെടുത്ത് അനാവശ്യമായ ടെൻഷനിൽ ജീവിക്കുന്നു. മെൻ്റൽ ഫ്രീ ആയി ഭാരമില്ലാതെ ജീവിക്കാൻ സാധിച്ചാൽ നമ്മുടെ ജീവിതം എത്ര സുന്ദരമായിരിക്കും. ഇതുപോലെ പക്ഷികളുടെ ദൃശ്യങ്ങൾ പകർത്തുമ്പോൾ എനിക്ക് എപ്പോഴും എൻ്റെ മനസ്സിൽ തോന്നാറുള്ള ഒരു കാര്യം ഇന്ന് ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കാം. അത് ബൈബിളിലെ ഒരു വചനമാണ്. അതിങ്ങനെയാണ്: ആകാശത്തിലെ പക്ഷികളെ നോക്കുവിൻ, അവ വിതയ്ക്കുന്നില്ല, കൊയ്യുന്നില്ല, കളപ്പുരകളിൽ ശേഖരിക്കുന്നുമില്ല, എങ്കിലും നിങ്ങളുടെ സ്വർഗസ്ഥനായ പിതാവ് അവയെ തീറ്റിപ്പോറ്റുന്നു. അവയേക്കാൾ എത്രയോ വിലപ്പെട്ടവരാണ് നിങ്ങൾ. ഈ വചനത്തിൻ്റെ അർത്ഥം പൂർണ്ണമായി മനസ്സിലാകണമെങ്കിൽ ഇതിന് തൊട്ടു മുൻപുള്ള വചനം കൂടി നമ്മൾ മനസ്സിലാക്കണം. അത് ഇങ്ങനെയാണ്: എന്ത് ഭക്ഷിക്കും, എന്ത് പാനം ചെയ്യുമെന്ന് ജീവനെക്കുറിച്ചോ എന്ത് ധരിക്കുമെന്ന് ശരീരത്തെക്കുറിച്ചോ നിങ്ങൾ ഉത്കണ്ഠാകുലരാകേണ്ട. ഭക്ഷണത്തേക്കാൾ ജീവനും വസ്ത്രത്തേക്കാൾ ശരീരവും ശ്രേഷ്ഠമല്ലേ? നമ്മുടെ ഉത്കണ്ഠ പ്രധാനമായും നമ്മുടെ അനുദിന ആവശ്യങ്ങളെക്കുറിച്ചുള്ളതാണ്. ഭക്ഷണം മാത്രമാണോ ജീവനെ നിലനിർത്തുന്നത്? ഇഷ്ടം പോലെ ഭക്ഷണം കഴിച്ചിട്ടും ചിലർ പെട്ടെന്ന് മരിച്ചു പോകുന്നത് നമ്മൾ കാണാറില്ലേ? അതുപോലെ ഒരു നേരത്തെ ഭക്ഷണം പോലും കഴിക്കാൻ നിവൃത്തിയില്ലാത്ത എത്രയോ പേർ 100 വയസ്സിന് മുകളിൽ വരെ ജീവിക്കുന്നതും നമ്മൾ കണ്ടിട്ടില്ലേ? വിശുദ്ധിയിൽ ജീവിക്കുന്നവർ ഭക്ഷണം കഴിക്കാതെ അനേകം വർഷങ്ങൾ ജീവിക്കുന്നത് നമ്മൾ കേട്ടിട്ടില്ലേ? ദൈവമാണ് ജീവൻ നിലനിർത്തുന്നത്. എന്നുവെച്ച് ഭക്ഷണം കഴിക്കണ്ട എന്നല്ല, ദൈവം ഫുഡ് പ്രൊവൈഡ് ചെയ്യും. വസ്ത്രത്തേക്കാൾ ശരീരം ശ്രേഷ്ഠമല്ലേ? നമ്മുടെ ശരീരം എത്ര വലിയ അത്ഭുതമാണെന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? മനുഷ്യ ഹൃദയം ഒരു വർഷം 4 കോടി തവണയാണ് ഇടിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് നമ്മൾ അറിയുന്നുണ്ടോ? 1,00,000 കിലോമീറ്റർ ദൈർഘ്യമുള്ള നമ്മുടെ രക്തധമനികളിലൂടെ രക്തം പമ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നു. നമ്മൾ ഇതൊന്നും അറിയുന്നില്ലല്ലോ. ഇത്രയും കോംപ്ലിക്കേറ്റഡായി ശരീരം നിർമ്മിച്ച ദൈവത്തിന് നമ്മളെ പരിപാലിക്കാനും അറിയില്ലേ? നമ്മുടെ ആവശ്യങ്ങൾ നിറവേറ്റാനും സാധിക്കില്ലേ? നമ്മൾ പൂർണ്ണമായും ദൈവപരിപാലനയിൽ ആശ്രയിക്കുക. എല്ലാ കാര്യങ്ങളും ദൈവത്തിന് വിട്ടുകൊടുക്കുന്ന ഒരു വ്യക്തിയുടെ ഉത്തരവാദിത്തം പൂർണ്ണമായും ദൈവത്തിനാണ്. എന്നുവെച്ച് നമ്മൾ ഒന്നും ചെയ്യാതെ മടിയന്മാരായി ഇരിക്കണം എന്നല്ല. പക്ഷികൾ കൂട്ടിലിരുന്നാൽ അവയ്ക്ക് തീറ്റ ലഭിക്കുമോ? അവ നന്നായി അധ്വാനിച്ചാണ് ജീവിക്കുന്നത്. ഇപ്പോൾ മഴ കഴിഞ്ഞ ഉടൻ അവ കൂടുവിട്ടിറങ്ങി ആഹാരം തേടുന്നത് നിങ്ങൾ കാണുന്നില്ലേ?
നമ്മൾ നാളെയെക്കുറിച്ച് ആകുലരാവേണ്ട. നന്നായി അധ്വാനിച്ച് പ്രതീക്ഷയോടെ ശുഭാപ്തി വിശ്വാസത്തോടെ ദൈവപരിപാലനയിൽ ആശ്രയിച്ച് ജീവിക്കാം. ഓക്കെ, ഇനി മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണുന്നത് വരേക്കും ബൈ.